നമ്മളൊന്ന് ക്യൂയിങ് മോഡലിൽ സെക്കൻഡ് മോഡൽ നോക്കുകയാണ്. ഇവിടെ നമുക്കറിയാം MM1 ഇൻഫിനിറ്റി ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നാണ്. ഈ മോഡലും ആദ്യത്തെ മോഡലും നമ്മൾ വളരെ ചെറിയൊരു വ്യത്യാസമുള്ളൂ. അതാണ് നമ്മളിവിടെ ആദ്യം പറയുന്നത്. വ്യത്യാസം ഇതാണ്: ദി മീൻ അറൈവൽ റേറ്റ് ആൻഡ് മീൻ സർവീസ് റേറ്റ്. ഇത് രണ്ടും കോൺസ്റ്റൻ്റ് അല്ല എന്നുള്ളതാണ്. ഇത് രണ്ടും എന്തല്ല? കോൺസ്റ്റൻ്റ് അല്ല. അപ്പോൾ മീൻ സർവീസ് റേറ്റും മീൻ അറൈവൽ റേറ്റും കോൺസ്റ്റൻ്റ് അല്ല എന്ന് പറയുമ്പോൾ അതെന്താണ്? Mean arrival rate and mean service rate is dependent upon the n number of units in the system. അപ്പം n എന്ന് പറയുന്നത് നമ്പർ ഓഫ് യൂണിറ്റ്സിനെ സൂചിപ്പിക്കുന്ന ഒരു വാല്യൂ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന സിസ്റ്റത്തിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൂടുകയും കുറയുകയും ചെയ്യുന്നതനുസരിച്ച് എന്ത് മാറും? മീൻ അറൈവൽ റേറ്റും മീൻ സർവീസ് റേറ്റും മാറും. നമ്മളിവിടെ ഈ ഒരു മോഡലിൽ മീൻ അറൈവൽ റേറ്റിനെ കണക്കാക്കുന്നത് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്നത് ലാംഡ n എന്ന് പറയുന്ന വാല്യൂ വെച്ചിട്ടും, അതുപോലെ തന്നെ സർവീസ് റേറ്റിനെ നമ്മൾ ഡിപ്പെക്റ്റ് ചെയ്തത് മ്യൂ എൻ വെച്ചിട്ടുള്ള സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഡിപ്പെക്റ്റ് ചെയ്യുന്നത്. നമുക്കിനി രണ്ട് കേസസ് ആണ് പ്രധാനമായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള മോഡൽ 2 വരുന്നത്. അതിലൊരു കേസിൽ ലാംഡ അല്ലെങ്കിൽ മീൻ അറൈവൽ റേറ്റ് ആണ് എന്തനുസരിച്ച് മാറുന്നത്? നമ്മുടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് അനുസരിച്ച് മാറുന്നത്. അത് മാറുന്ന റേറ്റ് ഇവിടെ തോത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലാംഡ ഡിവൈഡഡ് ബൈ 1+n+1 എന്നുള്ള രീതിയിലാണ് അത് മാറുന്നത്. പക്ഷേ ഇവിടെ എന്ത് കോൺസ്റ്റൻ്റ് ആയിരിക്കും? അവർ മീൻ സർവീസ് റേറ്റ് വിൽ ബി കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇവിടെ മാറുന്നത് എന്താണ്? ഇവിടെ അറൈവൽ റേറ്റ് ആണ് മാറുന്നത്. അപ്പോൾ അതാണ് ആദ്യത്തെ കേസ് വരുന്നത്. നമ്മൾ ആദ്യത്തെ കേസിന് അത്രയും ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ ഇവിടെ ഈ ഒരു ക്ലാസ്സിൽ കൊടുക്കുന്നില്ല. മറിച്ച് രണ്ടാമത്തെ കേസ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അറൈവൽ റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. അറൈവൽ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്നു. അറൈവൽ കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ എന്ത് മാറുന്നു? നമ്മുടെ നമ്പർ മാറുന്നതനുസരിച്ച്, നമ്പർ ഓഫ് യൂണിറ്റ് മാറുന്നതനുസരിച്ച് സർവീസ് റേറ്റ് ഇവിടെ മാറും. സർവീസ് റേറ്റ് മാറും. അപ്പോൾ ഇതിൽ ഈ ഒരു സെക്കൻഡ് കേസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ സോൾവ് ചെയ്യുന്നത്. ഫസ്റ്റ് കേസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമ്മളിവിടെ സോൾവ് ചെയ്യുന്നില്ല. രണ്ട് പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്യുന്നത്. ആ രണ്ട് പ്രോബ്ലത്തിലും എന്ത് തന്നെയാണ്? സർവീസ് റേറ്റിലാണ് മാറ്റമുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ ആദ്യം നമുക്ക് പറയേണ്ടത് എന്താണ്? എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻ ദ സിസ്റ്റം. ഇപ്പോൾ ഏത് പോയിന്റ് ഓഫ് ടൈമിലും എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? LS ആണ്, അല്ലേ? LS ആണ്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. ഇതിന് മുന്നേ ഫസ്റ്റ് മോഡലിൽ നമ്മുടെ LSൻ്റെ പ്രോബ്ലം ഒരു ഫോമുല പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? ആ ഒരു ഫോമുല നമുക്കിവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? LS കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ LS എന്ന് പറയുന്നത് റോ തന്നെയാണ്. LS എന്ന് പറയുന്നത് റോ തന്നെയാണ്. ലാംഡ ബൈ മ്യൂ ആണ് നമുക്ക് LSൻ്റെ വാല്യൂ ആയിട്ട് കിട്ടുന്നത്. ലാംഡ ബൈ മ്യൂ കേട്ടോ, ലാംഡ മ്യൂ. അപ്പോൾ അടുത്തത് നമുക്ക് എന്താണ്? LQ ആണ്. അപ്പോൾ ഇതെല്ലാം പിന്നീടെല്ലാം തന്നെ എന്തായിട്ടാണ്? റിലേഷൻഷിപ്പ് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ LQ എന്ന് പറഞ്ഞാൽ എന്താണ്? LS മൈനസ് ലാംഡ ബൈ മ്യൂ. LS മൈനസ് ലാംഡ ബൈ മ്യൂ. അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ടൈം, വെയിറ്റിംഗ് ടൈം. ഓക്കെ, WQ എന്ന് പറയുന്നത് എന്താണ്? വെയിറ്റിംഗ് ടൈം ഇൻ ദി ക്യൂ, റൈറ്റ്? ഒരു യൂണിറ്റിന് എത്ര സമയം സർവീസ് കിട്ടുന്നതിനേക്കാൾ മുമ്പ് ക്യൂവിൽ വെയിറ്റ് ചെയ്യണം. ആ സമയമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1/λ ഇൻറ്റു LQ, 1/λ ഇൻറ്റു LQ. ഇപ്പോൾ WS എന്ന് പറയുന്നത് 1/λ ഇൻറ്റു എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് LS. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ഏത് കേസിൽ പറയുന്നത്? മോഡൽ 2 പറയാനുള്ളത്. അത് ഈ രണ്ട് കേസിലും സെയിം തന്നെയായിരിക്കും കേട്ടോ. രണ്ട് കേസിലും സെയിം തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ഒരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അപ്പോൾ പ്രോബ്ലം ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഒന്ന് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പ്രോബിലിറ്റീസ്. അപ്പോൾ പ്രോബിലിറ്റീസ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കണം. അപ്പോൾ നമുക്കറിയാം പ്രോബിലിറ്റീസ് എന്തൊക്കെ പ്രോബിലിറ്റീസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഒരു പെർട്ടിക്കുലർ എന്താ പറയുക, ഒരു പെർട്ടിക്കുലർ ഒരു സിസ്റ്റത്തിനകത്ത് n നമ്പേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത, അതുപോലെ തന്നെ 0, അതായത് ആ സിസ്റ്റം ഐഡിയൽ ആയിട്ടിരിക്കാനുള്ള സാധ്യത. ഈ രണ്ട് പ്രോബിലിറ്റീസ് പഠിച്ചു കഴിഞ്ഞാൽ അതൊരു കോമൺ ആയിട്ടുള്ള n നമ്പേഴ്സിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫോമുലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയാണെങ്കിലും നമുക്ക് n-നെ എന്ത് ചെയ്യാം? റീപ്ലേസ് ചെയ്തുകൊണ്ട് ആ വാല്യൂസ് ഈ ഫോമുല യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 0 സിസ്റ്റം അല്ലെങ്കിൽ 0 യൂണിറ്റ്സ് ഇൻ ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സിസ്റ്റം യൂസ് ചെയ്യാതിരിക്കുക, മീൻസ് വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് സിസ്റ്റം ബീങ് ഐഡിയൽ എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് യൂസ് ചെയ്യേണ്ട ഫോമുലയാണ് നമ്മൾ എന്തിൽ പഠിക്കുന്നത്? പ്രോബിലിറ്റി ദാറ്റ് there is 0 units in the system നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം പ്രോബിലിറ്റി ഫോർ n യൂണിറ്റ്സ് ഇൻ ദ സിസ്റ്റം. പ്രോബിലിറ്റി ഫോർ n യൂണിറ്റ്സ് ഇൻ ദ സിസ്റ്റത്തിനെ നമ്മൾ പറയുന്നത് Pn എന്നാണ്. Pn. ഓക്കെ, ഈ Pn നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക നോക്കാം. Pn ഈക്വൽ ടു
റോ റോ റേസ് ടു എൻ. ഓക്കെ, ഞാനിവിടെ പിക്ക് ഒരു കുറിപ്പിടാണ് പി എൻ. ഓക്കെ, റോ റേസ് ടു എൻ divided by n factorial into e raised to negative rho. അപ്പോൾ ഇത് വലിയൊരു ഡെറിവേഷനിലൂടെയൊക്കെയാണ് ഇതിലേക്ക് എത്തുന്നതെങ്കിലും നമുക്ക് ഡെറിവേഷൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു കൊമേഴ്സ് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ എം.കോം ലെവലിൽ ഇതിൻ്റെ ഡെറിവേഷൻ ഒന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പി എൻ എന്ന് പറയുന്നത് എന്താണ്? റോ റേസ് ടു എൻ ഡിവൈഡ് ബൈ എൻ ഫാക്ടോറിയൽ ഇൻറ്റു പി ഇ റേസ് ടു നെഗറ്റീവ് റോ. അപ്പോൾ റോ എന്ന് പറയുന്നത് നമുക്കറിയാം. റോ എന്ന് പറയുന്നത് വീണ്ടും ഞാൻ ഇവിടെ പറയാം, റോ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ലാംഡ ബൈ മ്യൂ അല്ലേ. അപ്പം ലാംഡ ബൈ മ്യൂ ചെയ്ത് റോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് പ്രോബബിലിറ്റീസ് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ്. പിന്നീട് നമുക്ക് നോക്കാനുള്ള അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രോബിലിറ്റി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് സീറോ, അല്ലെങ്കിൽ ഐഡിയൽ ആയിട്ട് സിസ്റ്റം ഐഡിയൽ ആയിട്ട് ഇരിക്കാനുള്ള സമയം. അവിടെ ആരും തന്നെ ഇല്ല, സർവീസ് ചെയ്യുന്നുമില്ല, അതുപോലെ തന്നെ ക്യൂവിലും ആരുമില്ലാത്ത ഒരു പ്രോബിലിറ്റി. അത് എത്രത്തോളം, അത് എത്ര ശതമാനം ഉണ്ട് എന്നറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ P0 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. P0 എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഇ റേസ് ടു നെഗറ്റീവ് റോ. അപ്പം റോ ആണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇ റേസ് ടു നെഗറ്റീവ് റോ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 0 യൂണിറ്റ്സ് ഓർ ഐഡിയൽ ടൈം ഓഫ് ദി സിസ്റ്റം കിട്ടും. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ പ്രോബ്ലം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഇത് ഒരു കമ്പ്യൂട്ടർ സെൻറ്ററിനെ കുറിച്ച് നമുക്ക് പ്രോബ്ലം ഒന്ന് വായിക്കാം. പ്രോബ്ലംസ് arriving at a computer center is in a Poisson fraction at an average rate of 5 per day. The rules of the computing center are that any man waiting to get his problem solved must aid the man whose problem is being served. If the time to solve a problem with one man has an exponential distribution with mean of 1/3 of a day, okay, and if the average solving time is inversely proportional to number of people working on the problem, approximate the expected time in the center for person entering the line. അപ്പം പ്രോബ്ലത്തിൽ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു കമ്പ്യൂട്ടിംഗ് സെൻറ്റർ ഉണ്ട്. ആ കമ്പ്യൂട്ടിംഗ് സെൻറ്ററിൽ എന്താണ് സംഭവിക്കുന്നത്? ആ കമ്പ്യൂട്ടിംഗ് സെൻറ്ററിൽ വരുന്ന ആൾക്കാരുടെ റേറ്റ് തന്നിട്ടുണ്ട്. ആവറേജ് റേറ്റ് പെർ ഡേ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് നമുക്ക് 5 പെർ ഡേ ആണ് അല്ലേ, അറൈവൽ അല്ലേ. പോസോൺ ഫാഷനിലാണ് അറൈവൽ വരുന്നത്. 5 പെർ ഡേ വരുന്നുണ്ട്. ദി റൂൾ ഓഫ് ദ കമ്പ്യൂട്ടിംഗ് സെൻറ്റർ. അപ്പം പൊതുവെ ഒരു റൂള് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ കമ്പ്യൂട്ടർ സെൻറ്ററിലേക്ക് വരുമ്പം അയാൾ എന്ത് ചെയ്യണം? മറ്റേ ആളെ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ എന്ത് ചെയ്യണം? അവർ ഹെൽപ്പ് ചെയ്യണം അല്ലേ. പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ അവർ ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇഫ് ദി ടൈം ടു സോൾവ് എ പ്രോബ്ലം വിത്ത് വൺ മാൻ ഹാസ് എൻ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ ടൈം ഓഫ് 1/3 ഓഫ് ഇറ്റ്. അതായത് ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്, അതായത് പ്രോസസ്സ് ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കുന്നു? 1/3 ഓഫ് ദി ഡേ എടുക്കുന്നുണ്ട്. 1/3 ഓഫ് ദി ഡേ. ഓക്കെ, and if the average solving time is inversely proportional to the number of people working on the problem, അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ 1 number of person, റൈറ്റ്? അങ്ങനെ പറയും അല്ലേ. 1 ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനേറ്റ് അല്ല. അപ്പം മീൻ ടൈം, ഇഫ് ദി ആവറേജ് സോൾവിങ് ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ദി നമ്പർ ഓഫ് പീപ്പിൾ വർക്കിംഗ്. അപ്പം 5 പേര് അല്ലെങ്കിൽ 4 പേര് അല്ലെങ്കിൽ 3 പേര് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും അതിൻ്റെ ടൈം, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനേറ്റ് ആണ്. അതായത് 1/3, 1/4, 1/5 അങ്ങനെ ഇൻവേഴ്സ്ലി ആയിരിക്കും നമുക്ക് ടൈം വരുന്നത്. അതാണ് ഇൻഫോർമേഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? We are supposed to approximate the expected time in the center for the person who have arrived അല്ലേ. അപ്പോൾ ഒരാൾ എൻട്രി ആണെങ്കിൽ, ഒരു പെർട്ടിക്കുലർ ആൾ വരികയാണെങ്കിൽ അയാൾ സ്പെൻഡ് ചെയ്യേണ്ട ടൈം, അപ്പോൾ അതെന്തായിരിക്കും? തീർച്ചയായിട്ടും നമുക്കറിയാം, അത് തീർച്ചയായിട്ടും WS ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ WS കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് വേണം? നമുക്ക് LS കണ്ടുപിടിക്കണം അല്ലേ. WS കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് LS കണ്ടുപിടിക്കണം. അപ്പോൾ വിൽ സി ഹൗ ടു ഡു ഇറ്റ്.
അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ ഒരു പ്രോബ്ലം, ഈ തരത്തിലുള്ള മോഡൽ പ്രോബ്ലത്തിനകത്ത് നമുക്ക് എന്ത് വേണം, നമുക്ക് ആദ്യം ലാംഡയും മീനും, ഏത് പ്രോബ്ലം കിട്ടിയാലും നമുക്ക് ലാംഡയും മീനും കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അപ്പം വിൽ സി വാട്ട് ഈസ് ലാംഡ ആൻഡ് വിൽ സി വാട്ട് ഈസ് മീൻ. ലാംഡ നമുക്കറിയാം ഈ പ്രോബ്ലത്തിനകത്ത് എങ്ങനെയാണ് തന്നിരിക്കുന്നത്, ഇറ്റ് ഇസ് 5 per day. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഒരു യൂണിറ്റ് ഓഫ് ടൈം നമ്മൾ സെറ്റ് ചെയ്യണം, ഒരു റേറ്റിന് അറിയാനായിട്ട് അല്ലേ, റേറ്റ് അറിയാനായിട്ട് യൂണിറ്റ് ഓഫ് ടൈം നമ്മൾ സെറ്റ് ചെയ്യണം. നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡേ, നമ്മളിവിടെ എടുക്കുന്നത് എന്തായിട്ട് തന്നെ എടുക്കുക, ഡേ ആയിട്ട് തന്നെ എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസേഴ്സ് എല്ലാം തന്നെ എന്തിലായിരിക്കും, ഡേയിലായിരിക്കും എന്ന് മാത്രം. അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഇപ്പോൾ ഡേയിലായിട്ടുള്ള ആൻസർ കിട്ടും, അതും ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, സോ ലാംഡ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കിട്ടി. പക്ഷെ നമുക്ക് അറിയേണ്ടത് മ്യൂ ആണ് അല്ലേ, നമ്മുടെ സർവീസ് റേറ്റ്. അപ്പോൾ സർവീസ് റേറ്റ് എന്തായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ആൾക്കാരുടെ എണ്ണമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ പ്രത്യേകത, ഇത്തരത്തിലുള്ള മോഡൽ ടൂവിൽ പൊതുവേ ഉള്ളൊരു കാര്യമാണ്, അത് ഞാനിവിടെ പറയുന്നത് മാത്രം. മോഡൽ ടൂവിൽ എന്ത് കൂടാനുള്ള സാധ്യതയുണ്ട്, അത് ആൾക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് സർവീസ് റേറ്റും കൂടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ആൾക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് സർവീസ് റേറ്റ് കൂടാൻ സാധ്യതയുണ്ട്. അതേസമയം ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് inversely proportionate, if the average solving time is inversely proportionate to the number of people working on the problem. അതായത് ഇവിടെ എത്ര ആൾക്കാർ ഈ പ്രോബ്ലത്തിൽ വർക്ക് ചെയ്യുന്നു അതിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും എന്ത് സോൾവിങ് ടൈം എന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല, നമ്മൾ ജസ്റ്റ് അതിൻ്റെ ലോജിക്ക് എടുക്കുക. 1/3 ഓഫ് എ ഡേ, നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ആവറേജ് ടൈം. ഒരാളാണ് ഉള്ളതെങ്കിൽ റൈറ്റ്, ഇഫ് ദർ ഈസ് ഓൺലി 1 man, റൈറ്റ്, n = 1. n എന്താണ്, n ഇവിടെ പറഞ്ഞിരിക്കുന്നത് n 1 ആണെങ്കിൽ, n = 1, നമുക്ക് എന്താണ് ചെയ്യുന്നത്, 1/3 ഓഫ് എ ഡേ ആണ് വേണ്ടത്. 1/3 ഓഫ് എ ഡേ, റൈറ്റ്, വേണ്ടത്. ദാറ്റ് മീൻസ് എന്തായിരിക്കും, 3, അതായത് ഒരു ദിവസം നമുക്ക് എത്ര പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും, 3 പ്രോബ്ലംസ് എ ഡേ അല്ലേ. that is 3 problems per day സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ മ്യൂ എന്ന് പറയുന്നത് എന്താവും, 3 per day ആവും. അപ്പോൾ 5 പ്രോബ്ലംസ് വരുന്നു, 3 പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നു. ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, നമുക്ക് നമ്മുടെ LS കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം നമ്മളിവിടെ നമുക്കറിയാം അപ്രോക്സിമേറ്റ് എക്സ്പെക്റ്റഡ് ടൈം ഓഫ് ദി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, എക്സ്പെക്റ്റഡ് ടൈം ഇൻ ദി സെൻറ്റർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് WS, റൈറ്റ്, WS വെയിറ്റിംഗ് ടൈം. പക്ഷേ നമുക്ക് WS കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, LS കാൽക്കുലേറ്റ് ചെയ്യുന്നു. വൺസ് വി ഹാവ് ലാംഡ ആൻഡ് മ്യൂ, നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, റോ കാൽക്കുലേറ്റ് ചെയ്യാം. റോ എന്ന് തന്നെയാണ് നമുക്ക് LS എന്ന് പറയാം അല്ലേ. സോ ദാറ്റ് ഈസ് 5/3. ഓക്കെ, 5/3 persons. അപ്പം എത്ര പേര് ലെങ്ത് നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഉണ്ട്, 5/3 persons എപ്പോഴും ഒരു സിസ്റ്റത്തിനകത്ത്, ഏത് സമയത്തും ഒരു സിസ്റ്റത്തിനകത്ത് ഉണ്ട്. Now we know that the average solving time, which is inversely proportional, right, inversely proportional to number of person working in the day, right. That means if you have 5 persons coming in, 5 പേര് വരുന്നുണ്ടെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനേറ്റ് എന്ന് പറഞ്ഞാൽ 1/5 ഡേ, റൈറ്റ്, പെർ പ്രോബ്ലം ആയിരിക്കും ടൈം എടുക്കുക അല്ലേ, റൈറ്റ്. ഇതല്ലേ ടൈം വരിക, 1/5 ഓഫ് ദി ഡേ, റൈറ്റ്, 1/5 ഓഫ് ദി ഡേ പെർ പ്രോബ്ലം, റൈറ്റ്. ഒരു ദിവസത്തിൽ 5 ഭാഗം അല്ലേ, അങ്ങനെ പറയാം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് 5 പേര് വരുന്നുണ്ടെങ്കിൽ കേട്ടോ, 5 പേര് വരുന്നുണ്ടെങ്കിൽ ഞാനൊരു ഇവിടുത്തെ അറൈവൽ റേറ്റ് വെച്ച് പറഞ്ഞു മാത്രം. ഓക്കെ, പക്ഷെ നമുക്ക് ഈ ലോജിക്ക് വെച്ചിട്ട് വേണമെങ്കിൽ സോൾവ് ചെയ്യാം. അതല്ലാതെ നമുക്ക് നമ്മുടെ ഫോർമുല ഉണ്ട് അല്ലേ, WS, റൈറ്റ്, EWS ELS എന്നൊക്കെ പറയും. EWS എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/λ ഇൻറ്റു E of LS എന്ന് പറഞ്ഞാൽ 1/λ, നമുക്ക് ലാംഡ എന്താ അറിയാം, അറൈവൽ 5 ആണ്. സോ ദാറ്റ് ഈസ് 1/5 ഇൻറ്റു we have WS as what, right, ഇവിടെ ഇൻറ്റു തന്നെ ഇട്ടാൽ മതി പെട്ടെന്ന്, ഇൻറ്റു 5/3 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1/3 ഓഫ് എ ഡേ, റൈറ്റ്. ദാറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ 1/3 ഓഫ് 24 hours, that comes to 8 hours per day.
ഓക്കെ, സപ്പോൾ ഒരാൾ വരുമ്പോൾ അയാൾക്ക് വെയിറ്റ് ചെയ്യേണ്ട എക്സ്പെക്റ്റഡ് ടൈം എത്രയാണ്? 8 hours പെർ ഡേ ആണ്. ഓക്കെ, സോ ഇതായിരുന്നു ആദ്യത്തെ പ്രോബ്ലം. വളരെ എളുപ്പമുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു. ലെറ്റ് us see one more problem. ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്ത് നോക്കാം. പ്രോബ്ലം ഇതാണ്: ഷിപ്പിംഗ് കമ്പനി ഹാസ് എ സിംഗിൾ അൺലോഡിംഗ് ബർത്ത്. റൈറ്റ്, ഇവിടെ അപ്പോൾ ഒരു സർവീസ് സെൻറ്റർ തന്നെയേ ഉള്ളൂ അല്ലേ? ഒരു സർവീസ് സെൻറ്ററേ ഉള്ളൂ, സിംഗിൾ അൺലോഡിംഗ് ആണ്. റൈറ്റ്, വിത്ത് ഷിപ്സ് അറൈവിങ് ഇൻ പോസോൺ ഫാഷൻ. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടെ എന്താണ്? പോസോൺ ഫാഷനാണ് അറൈവൽ. Right, and it is 3 per day. The unloading time distribution for a ship with the unloading crew is found to be exponential, and ഇത് exponential തന്നെയാണ്. And unloading time is 1/2 per day. Okay, so the company has a large labor supply without regular working hours, and to avoid long waiting lines, the company has a policy of using as many unloading crews as there are ships waiting in the line or being unloaded. അതായത് എത്ര ഷിപ്സ് ഉണ്ടോ അത്രയും ക്രൂസ് നമ്മൾ യൂസ് ചെയ്യും. അതായത് 2 ഷിപ്പാണെങ്കിൽ 2 ക്രൂ, 3 ഷിപ്പാണെങ്കിൽ 3 ക്രൂവിനെ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, സോ വാട്ട് we are asked to find number of unloading crews working at any time, then average number of unloading crews working at any time. Then second problem, probability that more than 4 crews will be needed. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ച പ്രോബിലിറ്റിയുടെ ഫോർമുല നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. അപ്പം 4-ൽ കൂടുതൽ ക്രൂസ് ആവശ്യം വരുന്ന, അല്ലെങ്കിൽ 4-ൽ കൂടുതൽ ക്രൂസ് വരാൻ സാധ്യതയുള്ളത്. 4-ൽ കൂടുതൽ ക്രൂസ് വരാൻ സാധ്യത പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? 4-ൽ കൂടുതൽ ഷിപ്പ് ഉണ്ടെങ്കിലേ 4-ൽ കൂടുതൽ ക്രൂസ് വരാൻ സാധ്യതയുള്ളൂ അല്ലേ? നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ക്രൂസിൻ്റെ എണ്ണം എന്തിന് അനുപാതമായിട്ടാണ്? ഷിപ്പിന് അനുപാതമായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ വെയിറ്റിംഗ് ഷിപ്പുകൾക്ക് അനുപാതമായിട്ടാണ്. അപ്പം 4-ൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ 5-ലധികമോ ഷിപ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും ക്രൂസിന് ആവശ്യം വരും. അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 5-ലധികം ഷിപ്സ് ഉണ്ടാവാനുള്ള സാധ്യത കണ്ടുപിടിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആൻസറും കിട്ടും. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ ചെയ്ത് നോക്കാം. ആദ്യത്തെ പറഞ്ഞത് ഇതാണ്, മീൻ അറൈവൽ ടൈം അല്ലേ? എപ്പോഴും നമുക്ക് അറിയേണ്ടത് മീൻ അറൈവൽ ടൈം തന്നെയാണ്. റൈറ്റ്, മീൻ അറൈവൽ ടൈം എന്ന് പറയുന്നത് ഇവിടെ ഈ കേസിൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് സെയിം ആസ് ലാംഡ, ഇറ്റ് ഈസ് ഈക്വൽ ടു 3 പെർ ഡേ എന്ന് നേരിട്ട് 3 പെർ ഡേ റൈറ്റ് തന്നിട്ടുണ്ട്. ദെൻ അതൊരു കോൺസ്റ്റൻ്റ് ആണ്, അതിൽ പ്രശ്നമൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് 2-ൻ്റെ കഥ തന്നെയാണ് ഇവിടെയുള്ളത്. നമുക്ക് ഇനി വേണ്ടത് എന്താണ്? മ്യൂ ആണ് വേണ്ടത്. മ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ അറിയാം, നമുക്ക് തന്നിരിക്കുന്ന ടൈമാണ് അല്ലേ? മ്യൂ എത്ര സർവീസ് ചെയ്യപ്പെടുന്നു, എത്ര ഷിപ്സ് സർവീസ് ചെയ്യപ്പെടുന്നു എന്നല്ല, ടൈമാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് 1 divided by mu, right? 1 divided by 1/2, that is equal to 2 per day, right? Per day. അപ്പം 1/mu ആണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു 1 divided by 1/2. റൈറ്റ്, ഈ കേസിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. അതായത് ഇവിടെ ഒരു എന്നും കൂടി ഉണ്ട്, റൈറ്റ്? മ്യൂ എൻ, റൈറ്റ്? ഇവിടെ ഒരു എന്നും കൂടി ഉണ്ട്, 2n പെർ ഡേ, റൈറ്റ്? അപ്പോൾ n ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്പർ ഓഫ് ഷിപ്സ് അല്ലേ? n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഷിപ്സ് ആണ്. സോ ഇവിടെ ഈ കേസിൽ നമ്മൾ എന്തെടുക്കുന്നു? നമ്മൾ ഒരു ഷിപ്പ് അല്ലെങ്കിൽ ഒരു ക്രൂ എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യുന്നു, റൈറ്റ്? ഇഫ് n ഈക്വൽ ടു 1, റൈറ്റ്? 1 ക്രൂ, n ഈക്വൽ ടു 1 ക്രൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 2 ഷിപ്പ് അല്ലെങ്കിൽ 2 ക്രൂ ഒരു ദിവസം വർക്ക് ചെയ്യും. 2 ക്രൂ ഒരു ദിവസം വർക്ക് ചെയ്യും, അല്ലെങ്കിൽ 2 ഷിപ്പ് നമുക്ക് ഒരു ദിവസം അൺലോഡ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ എത്തുന്നു. ഓക്കെ, സോ നമുക്ക് മ്യൂവും അതുപോലെ തന്നെ ലാംഡയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ? നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ LSC കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ? അതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യവും, റൈറ്റ്? അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ്? ഫൈൻഡ് ദി ആവറേജ് നമ്പർ ഓഫ് അൺലോഡിംഗ് ക്രൂസ് വർക്കിംഗ് അറ്റ് എനി ടൈം. അൺലോഡിംഗ് ക്രൂസ് വർക്കിംഗ് അറ്റ് എനി ടൈം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ LS ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് റോ, ഇറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ ബൈ മ്യൂ, ഇറ്റ് ഈസ് ഈക്വൽ ടു വെരി സിമ്പിൾ 3/2, ദാറ്റ് ഈസ് 1.5 അല്ലേ? 1.5. അപ്പം 1.5 ക്രൂസ് ആയിരിക്കും. നമ്മൾ ഏത് സമയം അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പെർട്ടിക്കുലർ സമയമൊന്നും ഇല്ലാതെ 1.5 ക്രൂസ് എപ്പോൾ നോക്കിയാലും നമുക്ക് എന്ത് കിട്ടും? ഒരു 1.5 ക്രൂസ് ആ വെയിറ്റിംഗ് ലൈനിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ, വെയിറ്റിംഗ് ലൈൻ എന്ന് ഞാൻ പറയുന്നില്ല, സിസ്റ്റത്തിൽ ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ദി പ്രോബിലിറ്റി ദാറ്റ് there are more than 4 crews, അല്ലെങ്കിൽ പ്രോബിലിറ്റി ദാറ്റ് more than 4 crews will be needed.
അപ്പം പ്രോബിലിറ്റി ദാറ്റ് മോർ ദാൻ 4 crews എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് വി ഹാവ് 5 ships ഓർ മേ ബി മോർ ദാൻ 5 ships അല്ലേ. അഞ്ചിലധികം ഷിപ്സ് സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് വരത്തുള്ളൂ, നമുക്ക് ഈ പറഞ്ഞ ആവശ്യം വരത്തുള്ളൂ, റൈറ്റ്. അപ്പോൾ അഞ്ചിലധികം ഷിപ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെങ്ങനെ പറയാം, നമുക്ക് ഈ രീതിയിൽ ദറ്റ് ഈസ് സമ്മേഷൻ ഓഫ് n equal to 5 അല്ലേ, 5 ships ടു ഇൻഫിനിറ്റി, റൈറ്റ്. 5 മുതൽ ഇൻഫിനിറ്റി വരെ അല്ലേ, റൈറ്റ്. Pn പ്രോബിലിറ്റി ഓഫ് n ships. ഓക്കെ, സോ ദാറ്റ് ഈസ് നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, നമുക്ക് ഓവറോൾ പ്രോബിലിറ്റിന്ന്, റൈറ്റ്, ഓവറോൾ പ്രോബിലിറ്റിന്ന് നമുക്ക് എന്ത് മൈനസ് ചെയ്താൽ മതി, 4 ഷിപ്പുകൾ വരെ ഉണ്ടാവാനുള്ള സാധ്യത പ്രോബിലിറ്റീസ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇത് കിട്ടും, റൈറ്റ്. 5ൽ കൂടുതൽ എന്നുള്ള പ്രോബിലിറ്റി കിട്ടും. ഓക്കെ, സോ അവിടെ നമുക്ക് എന്തറിയണം, നമുക്ക് പ്രോബിലിറ്റീസ് ഓഫ് 4 ships ഇൻ ദി സിസ്റ്റം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. അപ്പോൾ പ്രോബിലിറ്റീസ് ഓഫ് 4 ships ഇൻ ദി സിസ്റ്റം, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇക്വൽ ടു n equal to 0 to infinity Pn, റൈറ്റ്, മൈനസ് സിഗ്മ സമ്മേഷൻ ഓഫ് n equal to 0 to 4, 4 വരെ, 0 മുതൽ 4 വരെയുള്ള പ്രോബിലിറ്റീസ്. ഓക്കെ, സോ ഇതിൻ്റെ ഡിഫറൻസ് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ആക്ച്വലി സ്വാഭാവികമായിട്ടും നമുക്ക് മോർ ദാൻ അല്ലെങ്കിൽ 5 എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ഓക്കെ, സോ ലെറ്റ് us see, ഇതിനെ കുറച്ചുകൂടി എളുപ്പത്തില്ല നമ്മുടെ ഒരു സാധാരണ രീതിയിൽ നമുക്ക് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ആ പ്രോബിലിറ്റിയുടെ ഫോർമുലയാണ് അല്ലേ, പ്രോബിലിറ്റിയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്തിനുള്ള ഫോർമുലയാണ്, Pn കാണാനുള്ള ഫോർമുലയാണ് പ്രധാനമായിട്ടും വേണ്ടത്. അപ്പോൾ Pn കാണാനുള്ള ഫോർമുല നമ്മൾ തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Pn കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഇപ്പോൾ റോ റേസ് ടു n ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു e റേസ് ടു നെഗറ്റീവ് റോ ഫാക്ടോറിയൽ, നെഗറ്റീവ് റോ. ഓക്കെ, അപ്പോൾ e റേസ് ടു നെഗറ്റീവ് റോ എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. റോ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, വേർ റോ ഈക്വൽ ടു 1.5. നമുക്ക് ഓൾറെഡി ഇവിടെ നമുക്ക് റോ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് കണ്ടുപിടിച്ചാൽ മതി, നമുക്ക് p റേസ് ടു അല്ലെങ്കിൽ P0, P1, P2, P3, P4 വരെയുള്ളത് കണ്ടുപിടിക്കാം. സോ ഈ മുകളിൽ എഴുതിയിരിക്കുന്നതിൻ്റെ മറ്റൊരു റെപ്രസെൻറ്റേഷൻ ആണ് എന്ത്, ഇവിടെ താഴെ എഴുതാൻ പോകാം കേട്ടോ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു അതായത് ഓവറോൾ പ്രോബിലിറ്റി നമുക്കറിയാം, ടോട്ടൽ പ്രോബിലിറ്റി ഇറ്റ് ഇസ് 1 മൈനസ് P0 പ്ലസ് P1 പ്ലസ് P2 പ്ലസ് P3 പ്ലസ് P4. ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഓവറോൾ ഇന്ന് ഈ പറയുന്ന പ്രോബിലിറ്റീസ് കുറയ്ക്കാം. സോ ഞാനിവിടെ കുറച്ചുകൊണ്ട് നീക്കി എഴുതാണ്. സോ ഇറ്റ് ഈസ് 1 മൈനസ് P0 നമുക്കറിയാം e റേസ് ടു നെഗറ്റീവ് റോ ആണെന്നറിയാം, പ്ലസ് ഇനി എന്ത് ചെയ്യുക, ഇനി നമുക്ക് ഇവിടെയുള്ള ഈ ഫോർമുലയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, റൈറ്റ്. സോ ഇഫ് ഇറ്റ് ഈസ് p റേസ് ടു P1 ആണെങ്കിൽ എന്നെ സ്ഥാനത്ത് എന്ത് വരും, 1 വരും അല്ലേ. സോ ഇതെന്താവും, റോ റേസ് ടു 1, റൈറ്റ്, റോ റേസ് ടു 1 ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു e റേസ് ടു, റൈറ്റ്, ഇൻറ്റു e റേസ് ടു നെഗറ്റീവ് റോ ഫാക്ടോറിയൽ, സോറി റോ, നെഗറ്റീവ് റോ പ്ലസ് P2 എന്ന് പറയുന്നത് റോ സ്ക്വയർ, റോ റേസ് ടു 2 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു e റേസ് ടു നെഗറ്റീവ് റോ പ്ലസ്, ചുമ്മാ ബ്രാക്കറ്റ് ഇട്ടെന്ന് മാത്രം കേട്ടോ, പ്ലസ് റോ റേസ് ടു 3 divided by 3 factorial into e raised to negative rho plus ഇങ്ങോട്ട് വരും റോ റേസ് ടു 4 divided by 4 factorial into e raised to negative p വരും അല്ലേ. സോ ജസ്റ്റ് ഈ ബ്രാക്കറ്റ്സിൻ്റെ ആവശ്യമില്ല ആക്ച്വലി, ഞാൻ നമുക്കൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാനത് ഇട്ടു എന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ആ ബ്രാക്കറ്റ് ഇല്ല, ഈ വലിയ ബ്രാക്കറ്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, സോ ദിസ് വാസ് അവർ ഫോർമുല, റൈറ്റ്. അപ്പോൾ ഈ വലിയ ബ്രാക്കറ്റ് ഇതാണ്, ഞാനിപ്പം അതിനെ ഒന്ന് വേറൊരു കളർ കൊണ്ട് ചെയ്യാം. ഈ ബ്ലൂ കളർ ബ്രാക്കറ്റാണ് നമുക്ക് ആവശ്യം കേട്ടോ, ബ്ലൂ കളർ ബ്രാക്കറ്റാണ് നമുക്ക് ആവശ്യം.
ഓക്കെ, ലെറ്റ് us ഡു ഇറ്റ്. അപ്പോൾ 1 മൈനസ് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെല്ലാം തന്നെ ഇ റേസ് ടു നെഗറ്റീവ് റോ കോമൺ ആണ്. സോ ഇ റേസ് ടു നെഗറ്റീവ് റോവിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി എളുപ്പമുണ്ട് ചെയ്യാനായിട്ട്. ഇ റേസ് ടു നെഗറ്റീവ് റോവിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം വാട്ട് 1 പ്ലസ്, ഇപ്പോൾ ഇ റേസ് ടു നെഗറ്റീവ് റോ ഇ റേസ് ടു നെഗറ്റീവ് റോ പോയി കഴിഞ്ഞാൽ 1 ആണ് അല്ലേ. 1 പ്ലസ് ഇവിടെ എന്ത് വരും, ഇ റേസ് ടു നെഗറ്റീവ് റോ പോയി അല്ലേ. അപ്പോൾ ബാക്കിയുള്ളത് റോ റേസ് ടു 1, ദാറ്റ് ഈസ് 1.5 റൈറ്റ്. ഇ റേസ് ടു നെഗറ്റീവ് റോവിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇ റേസ് ടു നെഗറ്റീവ് 1.5 എഴുതാം അല്ലേ. സോ ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് 1.5 square divided by 2 factorial plus 1.5 cube divided by 3 factorial plus 1.5 raised to 4 divided by 4 factorial. Right. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 മൈനസ് 0.981 കിട്ടും. ദാറ്റ് ഈസ് സെയിം ആസ് 0.019. ഓക്കെ, സോ ഇതാണ് എന്തെന്ന് പറയുന്നത്, ദിസ് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് മോർ ദാൻ 4 ക്രൂസ് വിൽ ബി നീഡഡ്. അപ്പോൾ 4-ൽ കൂടുതൽ ക്രൂസ് വേണ്ടി വരുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് 4-ൽ കൂടുതൽ ഷിപ്സ് വേണ്ടി വരുന്ന പ്രോബിലിറ്റി തന്നെയാണ്. റൈറ്റ്, അതാണ് നമ്മളിവിടെ, അല്ലെങ്കിൽ 4-ൽ കൂടുതൽ ക്രൂസ് വേണ്ടി വരുന്ന പ്രോബിലിറ്റിയാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. ദാറ്റ് ഈസ് 0.019. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ മോഡൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പമാണ് ഈ മോഡലും ആദ്യത്തെ മോഡലും തമ്മിൽ വളരെ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പ്രധാനപ്പെട്ട ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, ഈ മോഡലിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം വേറൊന്നുമല്ല, നമ്മുടെ ലാംഡ എൻ ഉണ്ടല്ലോ, ലാംഡ എൻ, അത് ലാംഡ ആകുകയും അതുപോലെ തന്നെ നമുക്കറിയാം മ്യൂ എൻ എന്ന് പറയുന്നത് മ്യൂ ആകുകയും ചെയ്താൽ ഇതെന്ത് ചെയ്യും, ഈ മോഡൽ ഇറ്റ് വിൽ കോയിൻസൈഡ്സ് വിത്ത് മോഡൽ 1. നമ്മൾ പഠിച്ച മോഡൽ 1 ആയിട്ട് അത് കോയിൻസൈഡ്. അപ്പോൾ വളരെ നേരത്തെ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. സോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.